ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിക്കുന്ന ഡോക്ടർ വി വേണുവിന് സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ യാത്രയയപ്പ് നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ വി വേണുവിന്റെ ഭാര്യയും ആസൂത്രണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ശാരദാ മുരളീധരനാണ് അടുത്ത ചീഫ് സെക്രട്ടറി. മുണ്ടെടുത്ത് സദാ പുഞ്ചിരിച്ച് നടക്കുന്ന മലയാളത്തിലൊപ്പിടുന്ന തികച്ചും സാധാരണക്കാരനായ ഡോക്ടർ വി വേണു ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങി. സെക്രട്ടേറിയറ്റ് ദർബാർ ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഹപ്രവർത്തകരും പങ്കെടുത്തു. വി വേണു ബഹുമുഖ വ്യക്തിത്വത്തിനുടമയാണെന്നും അപൂർവം ചീഫ് സെക്രട്ടറിമാർക്ക് മാത്രമേ അത്തരത്തിലാകാൻ കഴിയൂവെന്നും ആശംസാ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കലയോടുള്ള ആഭിമുഖ്യം ഉദ്യോഗസ്ഥ പ്രമുഖരെന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഒരു ഘട്ടത്തിലും തെല്ലും ബാധിച്ചിട്ടില്ല. അത് പ്രത്യേക ശ്രദ്ധയോടെ തന്നെ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞ വാക്കുകൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നും ഡോക്ടർ വി വേണു. ഒരു ഉദ്യോഗസ്ഥനെ ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും എടോ എടാന്നൊക്കെ വിളി കേൾക്കാനുള്ള ഭാഗ്യം എനിക്കാണ് സിദ്ധിച്ചിട്ടുള്ളത്. അത്രയും സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരാളെ പോലെ എന്നെ കരുതിക്കൊണ്ട് എനിക്ക് അദ്ദേഹം വാരിക്കോരി തന്നതാണ് ആ സ്നേഹം. യാത്രകളെയും എഴുത്തുകളെയും സ്നേഹിക്കുന്ന വേണു മികച്ചൊരു നാടക കലാകാരൻ കൂടിയാണ്. ഇന്ത്യൻ വിനോദസഞ്ചാരത്തിന്റെ ടാഗ് ലൈനായി അറിയപ്പെട്ട ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന പരസ്യവാചകം സൃഷ്ടിച്ചത് വേണുവാണ്. കേന്ദ്രത്തിൽ ടൂറിസം ഡയറക്ടറായിരിക്കുമ്പോൾ പ്രവാസി ക്ഷേമ വകുപ്പായ നോർക്കയ്ക്ക് തുടക്കം നൽകിയതും വേണു. കോഴിക്കോട് ജനിച്ച അദ്ദേഹം ഒരു ഡോക്ടറായാണ് സേവനം തുടങ്ങുന്നത്. 1990 സിവിൽ സർവീസിലേക്ക് എത്തുന്നത്. അക്കൊല്ലം തന്നെ സിവിൽ സർവീസിലെത്തിയ ശാരദാ മുരളീധരനെ വിവാഹം കഴിച്ചു. ഭാര്യയ്ക്ക് ചീഫ് സെക്രട്ടറി പദം കൈമാറിയാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. കേരളത്തിന്റെ 49ാമത് ചീഫ് സെക്രട്ടറിയായി ശാരദാ മുരളീധരൻ 1-ാം തീയതി ചുമതലയേൽക്കും. സാധാരണഗതിയിൽ സ്വാഗതം പറയുന്നതിന് ബുദ്ധിമുട്ടാറില്ല. ഇത്തവണ ഏറെ ബുദ്ധിമുട്ടി. എന്താണ് പറയേണ്ടത്? ഇദ്ദേഹത്തിനെ കുറിച്ച് ഔദ്യോഗികമായിട്ടുള്ള പരിവേഷത്തിൽ മാത്രം സംസാരിക്കാൻ പറ്റൂല. അപ്പോൾ പിന്നെ സംസാരിക്കാതിരിക്കുന്നതായിരുന്നു നല്ലതെന്ന് തോന്നിപ്പോയി. 24 തിരുവനന്തപുരം.